ഹലോ, എന്നൊരു സിമ്പിളായിട്ടുള്ള അഫോർഡബിളായിട്ടുള്ള ഒരു ഓണം ലുക്കാണ്. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു ലിപ് ബാം ഒക്കെ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാനൊരു ഫേസ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത്. അത് ഞാൻ ഫാർമസിയിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റാണ്. എനിക്ക് ഡെർമറ്റോളജിസ്റ്റിനെ ഞാൻ കൺസൾട്ട് ചെയ്തിട്ട് പ്രിസ്ക്രൈബ് ചെയ്തതാണ്. നല്ലതാണ് കേട്ടോ. അതാണ് ഞാനവിടെ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു നന്നായിട്ട്. അതിനുശേഷം ഒരു കാജൽ എടുത്തിട്ട് ഞാൻ എൻ്റെ വാട്ടർ ലൈനിൽ നന്നായിട്ടൊന്ന് എഴുതി കൊടുത്തു. പിന്നെ ഒരു ഐലൈനർ എടുത്ത് അതുകൊണ്ട് തന്നെ പൊട്ടും തൊട്ട് കണ്ണും എഴുതി. ഒരു ചെറിയ വാലൊക്കെ ഇട്ടിട്ട് ഐലിഡ്സിൽ നന്നായിട്ട് കണ്ണെഴുതി കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അത് ചെയ്തു. ജസ്റ്റ് എൻസിൽ മാത്രമാണ് ഫില്ല് ചെയ്ത് കൊടുത്തത്. പിന്നെ ഒരു മസ്കാര നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസ്കാര കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന ആ ഒരു രീതിയിലൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ലിപ്പ് ലൈനർ തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്മെഡ് ചെയ്തെടുക്കുക ചെയ്ത്. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറ്റി വന്നു. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ദാവണി സെറ്റാണ്, ഒരു ഹാഫ് സാരി സെറ്റ്. ഒരു റെഡ് ബ്ലൗസും വൈറ്റ് സ്കേർട്ട്, ഒരു റെഡ് ദാവണി തന്നെയാണ് അതിന് വരുന്നത്. ഷോൾ ഒരു റെഡ് കളറാണ് വരുന്നത്. ഞാൻ നന്നായിട്ട് മുടി ഒന്ന് കെട്ടിക്കൊടുത്തു. മുടി വളരെ സിമ്പിളായിട്ട്, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ, നമ്മളെന്താ ഇതിന് പറയുക, കുളിച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടൂലേ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ, കുളിപ്പിന്നലോ അങ്ങനെ എന്തോ ഇതിന് പറയാം, എഴുത്ത് കെട്ടാന്നോ എന്തോ പറയും നമ്മൾ. അങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്തു. വളരെ സിമ്പിളായിട്ടാണ് കെട്ടിക്കൊടുത്തത്. ഞാനിതിൽ വേറെ ഫേസിൽ വേറെ ഫൗണ്ടേഷനോ BB ക്രീമോ ഗ്ലോ വരാനുള്ള ക്രീംസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ആകെ മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറയാൻ ഈ ഐലൈനർ, കാജൽ, ലിപ്സ്റ്റിക്കും ഇല്ല, ലിപ് ലൈനർ, പിന്നെ മസ്കാര, ഐബ്രോ പെൻസിൽ, ഇത്രയേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയിട്ടാണ് ഫേസ് മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും അപ്ലൈ ചെയ്തത്. പിന്നെ നമ്മൾ എന്തായാലും ചെയ്യണമല്ലോ, സ്കിപ്പ് ചെയ്യാതെ. പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു നെക്ക് പീസും അതിൻ്റെ തന്നെ കൂടെ കോംബോ ആയിട്ട് കിട്ടിയൊരു ചെറിയൊരു കമ്മലുമാണ് ഇട്ട് കൊടുത്ത്. പിന്നെ എൻ്റെ 2-3 റിങ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ടു. ഒരു വാച്ച് പിന്നെ നമുക്ക് നിർബന്ധമാണല്ലോ, വാച്ച് കെട്ടി. ഒരു ചെറിയൊരു വളയും ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരൊറ്റ വളയും ഇട്ടിട്ടുള്ളൂ. പിന്നെ ആ ഷോളൊന്ന് ചെറിയ പ്ലീറ്റ് എടുത്തിട്ട് കുത്തി കൊടുത്തു. ഇതിൽ ധാവണി എടുക്കുന്ന ട്യൂട്ടോറിയലായിട്ടൊന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഞാൻ പെട്ടെന്ന് അങ്ങനെ ഉടുത്തു തന്നേ ഉള്ളൂ. ധാവണി എടുക്കാൻ വലിയ ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒന്ന് പ്ലീറ്റ് ചെയ്തു, ചെറിയതായിട്ട് പ്ലീറ്റ് ചെയ്തു, ബാക്കിലേക്ക് കുത്തി കൊടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നല്ലൊരു പെർഫ്യൂം അടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ലുക്കാണ്. അപ്പോൾ ബൈ.